നമസ്കാരം. സുഭാഷിതം. ഏകഃ സ്വാദു ന ഭുഞ്ജീത നൈക സുപ്തേഷു ജാഗ്രയാത് ഏകോ ന ഗച്ഛേദ അധ്വാനം നൈകച്ഛാർത്ഥാൻ പ്രപിഞ്ചിന്തയേത്. ഇവിടെ പറയുന്നത് സ്വാദുള്ള ഭക്ഷണം ഒറ്റയ്ക്ക് ഭക്ഷിക്കരുത്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരാൾ മാത്രം ഉണർന്നിരിക്കരുത്. ഒരു വഴിക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത്. ഗഹനമായ വിഷയങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്ക് ചിന്തിച്ച് തീരുമാനിക്കരുത്. ഇത്രയും വിഷയങ്ങളാണ് ഈ സുഭാഷിതത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. എന്തൊക്കെയാണ്? സ്വാദുള്ള ഭക്ഷണം നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കാൻ പാടില്ല. അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വളരെ ദുർഘടമായിരിക്കും. ഒരിക്കലും സ്വാദുണ്ടെന്ന് കരുതി ഒറ്റയ്ക്ക് നമ്മൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. പിന്നെ എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മളൊരാൾ മാത്രം ഉണർന്നിരിക്കുന്നത് വലിയ അപകടകരമാണ്. കാരണം അനാവശ്യമായ ദുർചിന്തകളൊക്കെ മനസ്സിൽ വരികയും നമ്മളെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങുമ്പം നമ്മൾ ഉണർന്നിരിക്കാൻ പാടില്ല. പിന്നെയോ, ഒരു വഴിക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത്. ഏത് വഴിക്ക് പോകുമ്പോഴാണ്? ചിലപ്പോൾ വളരെ ദൂരമായ ഒരു യാത്രയാണ്. നമുക്ക് അത്ര പരിചിതമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. ആരെയെങ്കിലും കൂട്ടിന് കൊണ്ടുപോകേണ്ടതാകുന്നു എന്ന് സുഭാഷിതം നമ്മളെ ഉണർത്തുകയാണ്. പിന്നെ ഗഹനമായ വിഷയങ്ങൾ, വളരെ കാര്യപ്രസക്തമായ വിഷയങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റയ്ക്ക് ചിന്തിച്ച് തീരുമാനിക്കരുത്. ചിന്തിച്ചോളൂ, പക്ഷെ തീരുമാനമെടുക്കുമ്പോൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്. അതിന് മറ്റുള്ളവരുടെ സഹായം തേടണം. കൂട്ടാളികളുടെ ആ വിഷയം, ഗഹനമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ചിന്തിച്ച് തീരുമാനിക്കാതെ തീരുമാനം ഏറ്റെടുക്കുന്നതിന് അല്പം മുമ്പ് മറ്റേ ആളുകളുമായിട്ട് ഒരു ചെറിയ ചിന്തനം ചെയ്യുന്നതാണ് നല്ലത് എന്നിവിടെ സുഭാഷിതം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുഭാഷിതത്തിൽ പറഞ്ഞിരിക്കുന്നത്.